തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പുരാതന ദൈവാലയ തിരുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന ഈ നസ്രാണി സംഗമത്തിൻ്റെ അധ്യക്ഷനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷനുമായ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമന്യനായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, മാർത്തോമാ സുറിയാനി സഭയുടെ കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ അഭിമന്യനായ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി, നമ്മുടെ ആദരണീയനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവറുകൾ, സാൽവേഷൻ ആർമിയുടെ ചീഫ് സെക്രട്ടറി കേണൽ ജേക്കബ് ജോസഫ്, സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, ഈ സംഗമത്തിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ട വൈദികരെ, അൽമായ നേതാക്കന്മാരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പുരാതനമായ കല്ലട എന്ന ക്രൈസ്തവ കൂട്ടായ്മയിൽ ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മോർ അന്ത്രയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിൽ ഇന്ന് ഒരു പുതിയ ചരിത്രം കൂടി കുറിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിലാണ് ഈ ബാവായുടെ ഓർമ്മ പെരുന്നാൾ ഇവിടെ ആഘോഷിച്ച് വരുന്നത്. എന്നാൽ ഈ മാർച്ച് മാസം 1-ാം തീയതി ഇന്ന് കത്തോലിക്കരും മാർത്തോമക്കാരും CSIക്കാരും സാൽവേഷൻ ആർമിയും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹങ്ങളും എല്ലാം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയോട് ചേർന്ന് ഈ ബാവായുടെ പുണ്യനാമം അനുസ്മരിക്കുന്ന ദിനമാണ്. അത്ഭുതകരമായ ഒരു രൂപാന്തരീകരണത്തിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. ഇതിലെ ഒഴുകുന്ന കല്ലടയാറിലെ വെള്ളം പറ്റിപ്പോകുന്ന സാഹചര്യം വന്നാൽ ജലവിഭവ വകുപ്പ് ചിലപ്പോൾ ഇടപെടും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം സംഭവിച്ചാൽ കാലാവസ്ഥാ നിരീക്ഷകർ അതേക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തും. ക്രൈസ്തവ സമൂഹം അനൈക്യത്തിൽ ഛിന്ന ഭിന്നമായി പോയാൽ നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിൽ ഈ ഐക്യം സാധ്യമല്ല. ഒരു കാലഘട്ടത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ നാം ക്രിസ്തീയമായ അരൂപിയിൽ പരിശുദ്ധാത്മ നിറവിൽ ഒരു വിശ്വാസ സമൂഹമായി പുനരേകീകരിക്കപ്പെടുന്നതിൻ്റെ അത്ഭുതകരമായ ഒരു നിമിഷമാണ്. അതിന് KCCയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിരിക്കുന്ന സംഘങ്ങൾ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. അഭിനന്ദനായ മാർ ദിവന്നാസിയോസ് തിരുമേനിയും ഞാനും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചുമതലയേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അഭിനന്ദനായ യൗസേബിയോസ് തിരുമേനി KCCയുടെ അധ്യക്ഷനാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർമ്മനിരതനായ ഒരു സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശിൽ നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ ക്രൈസ്തവ കൂട്ടായ്മ ബലപ്പെടുന്നു. അത് ക്രിസ്തീയ ജീവിതം ഐക്യത്തിൽ, സ്നേഹത്തിൽ,
സന്തോഷത്തിൽ നമുക്കും മറ്റുള്ളവർക്കും ദൈവാനുഭവം പകരുന്നതിന് ആഗ്രഹിച്ച് അസാധാരണമായ പ്രത്യേകതകളുള്ള ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അസംഘടിതമായ പ്രദേശങ്ങളിൽ മൈനോറിറ്റിയായി കഴിയുന്ന അനേകമിടങ്ങളിൽ സാമൂഹികമായി ഒറ്റപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപം കൊണ്ട അപ്പസ്തോലികമായ നമ്മുടെ മാർത്തോമൻ പൈതൃകത്തിലേക്കും കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമൂഹങ്ങളിലേക്കും ഇവിടെ രൂപീകരിക്കപ്പെട്ട് വളർന്നു വന്ന എല്ലാ സഭാവിഭാഗങ്ങളിലേക്കുമാണ്. അവർ നമ്മെ പ്രത്യാശയോടെ നോൽക്കുന്നത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് അവർ വരുന്നത് ഈ സമൂഹത്തിന് ഭാരതം മുഴുവൻ പ്രചോദനമേകുന്നതിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ്. വികസന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം കേൾക്കുന്ന പദമാണ് കേരള മോഡൽ. ഈ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് കേരള ക്രൈസ്തവ സഭയ്ക്ക് ഒരു മോഡൽ കൊടുക്കാൻ കഴിയാതെ പോകുമോ? ഉത്തരം കൊടുക്കേണ്ടത് ഞാനും നിങ്ങളും ഒരുമിച്ചാണ്. വിശ്വസിക്കുന്ന സഭയിൽ, അതിൻ്റെ പൈതൃകത്തിൽ, അതിൻ്റെ ആരാധന പാരമ്പര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒരേ മനസ്സോടുകൂടി ഐക്യപ്പെട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മനോരൂപീകരണം, ആധ്യാത്മികമായ ഒരു രൂപീകരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിന് പരിശുദ്ധനായ അന്ത്രയോസ് ബാവായുടെ തിരുശേഷിപ്പ് നമുക്ക് ബലം നൽകട്ടെ, ഇവിടെ കൂടിവരവിനെ അനുഗ്രഹിക്കട്ടെ. നാം കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞവരാണ്. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണ്. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചല്ലോ, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുക? അവർ പറഞ്ഞു, ജെറമിയ, ഏലിയ. ഒരു കാര്യം വ്യക്തമാണ്, നീ ഒരു പ്രവാചകനാണെന്നാണ് എല്ലാവരും പറയുക. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ, എൻ്റെ ഹൃദയം അറിയാവുന്ന നിങ്ങൾ, ഞാൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാവുന്ന നിങ്ങൾ, പിതാവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള നിങ്ങൾ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന് ബോധ്യമുള്ള നിങ്ങൾ, ഞാൻ ആരെന്ന് പറയുന്നു? പത്രോസ് ലീഹ എല്ലാവർക്കും വേണ്ടി മുമ്പോട്ട് വന്ന് പറഞ്ഞ ഉത്തരം നമുക്കറിയാം. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. രക്ഷകനും നാഥനും കർത്താവുമായി യേശുവിനെ ഏറ്റുപറയണമെന്ന് നാം എത്രയോ വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമയോടെ തുടരേണ്ട ഒരു കാലഘട്ടമാണ്. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് രക്ഷകൻ, അവിടുന്ന് നമ്മുടെ ഏകരക്ഷകൻ, കർത്താവിലാണ് എൻ്റെ വിശ്വാസം എന്ന് നാം പറഞ്ഞപ്പോൾ, നാമോ നമ്മുടെ പൂർവികരോ പറഞ്ഞപ്പോൾ, സുവിശേഷം ആവർത്തിച്ച് വായിച്ചപ്പോൾ, യേശുവിൻ്റെ ബന്ധത്തിലേക്ക് വന്ന കുറേയേറെ മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും ഒറ്റപ്പെട്ടു പോയ കുറേ ഭാഗ്യം നിഷേധിക്കപ്പെട്ട മനുഷ്യർ, അവർ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരാണ്. നാം ദളിത് ക്രൈസ്തവരെന്നോ പരിവർത്തിത ക്രൈസ്തവരെന്നോ വിളിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഭാരതത്തിലെ
ഒരർത്ഥത്തിൽ അസംഘടിതരായ ഈ ക്രൈസ്തവ സമൂഹം ഒരു പ്രത്യാശയോടെ നമ്മെ നോക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കർത്താവിലാണ് ഞങ്ങളും വിശ്വസിക്കുക. ഇവരെക്കുറിച്ച് ഒരു കരുതൽ നൽകാൻ നമുക്ക് കഴിയാതെ പോകുമോ? ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ പാവപ്പെട്ട ജനതയാണ് ക്രൈസ്തവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം എന്നത് നാം ഓർക്കണം. നാം കൂടി വരുന്നത് നമുക്ക് ക്രൈസ്തവ ഉത്തരവാദിത്വം നമ്മിൽ വർദ്ധമാനമാകണം എന്ന ആഗ്രഹത്തിലാണ്. ക്രൈസ്തവ മനസാക്ഷിയിൽ ഇവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. നാം നസ്രായൻ്റെ അനുയായികളായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബന്ധത്തിലും ആത്മീയതയിലും യേശുവുമായുള്ള അടിയുറച്ച ബോധ്യത്തിലും നാം കൂട്ടായ്മ ശക്തിപ്പെടുമ്പോൾ ഓരങ്ങളിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന രക്ഷകനും നാഥനുമായ യേശുവിനെ ഏറ്റുപറയുന്ന ഈ ഹതഭാഗ്യരായ മനുഷ്യരെ, നമ്മുടെ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സഭകൾക്ക് കഴിയണം. బయటికి వెళ్ళేటప్పుడు కూడా బాగుంటుంది, జర్నీలకు బాగుంటుంది, షాపింగ్స్కి కూడా చాలా బాగుంటుంది. అండ్ దీనికే మనకైతే కనుక ఒక చిన్న పౌచ్ లాంటిది కూడా ఇక్కడైతే కనుక ఇచ్చేసి ఉన్నారండి. వద్దనుకుంటే మనం దీన్ని తీసేసుకోవచ్చు, లోపల పెట్టేసేసుకోవడానికి ఆల్రెడీ ఒక చిన్న పౌచ్ లాంటిది అయితే ఇచ్చారనమాట. లైక్ ఏటీఎం కార్డ్స్ కావచ్చు, చేంజ్ కావచ్చు, మెయిన్గా మన ఇంటి కీస్ ఏమైనా పెట్టుకోవాలనుకున్నా కానీ ఇంపార్టెంట్ పెట్టుకుని లోపల పెట్టుకోవడమే, అలా కూడా వాడుకోవచ్చు అండి. సో లేకపోతే ఏదైనా చేంజ్ అండి, స్టైల్గా ట్రెండింగ్గా అండ్ కాలేజ్ గోయింగ్ పిల్లలకు కూడా చాలా బాగుంటుంది, క్యూట్గా ఉందండి బ్యాగ్ అయితే. అండ్ డెఫినెట్గా అయితే కనుక ట్రై చేయండి అనమాట. అండ్ మీరు ఒకవేళ జర్నీస్కి అట్లా ఉన్నప్పుడు కూడా సింగిల్ సైడ్ వేయాలన్నా వేసుకోవచ్చు, ప్రాబ్లం లేకుండా. సో ఇది కూడా లెదర్ క్వాలిటీతో వచ్చింది, సేమ్ అండి. ఇంతకుముందు మనం చూసాం కదా అలాంటి దాంట్లోనే ఇది డిఫరెంట్ పార్టియేషన్స్లో వచ్చింది. ఇది సైడ్లో ఒక జిప్ పార్ట్ తీసుకున్నారు, పార్టియేషన్స్లో వచ్చింది. అయితే మీరు ఇలా కూడా పట్టుకోవచ్చు, లేకపోతే కనుక హ్యాండీగా కూడా పట్టుకోవచ్చు, లైక్ మీకు కన్వీనియంట్ వైజ్గా. ఇది కూడా మనకి లెదర్ బ్యాగ్, ఒకటే పార్టియేషన్ వచ్చింది. సో సింపుల్ అండ్ సో క్యూట్ పార్టియేషన్స్ చూసుకున్నట్లయితేనండి సైడ్లో ఒకటి ఆల్రెడీ మీకు కనిపిస్తుంది, ఇటు సైడ్ ఏమో డిజైన్ వచ్చింది. అండ్ ఇది కూడా చాలా ఫ్రీగా కంఫర్ట్గా ఉంది. നസ്രായൻ്റെ മക്കൾ ഒന്നാണ്. നസ്രായൻ്റെ അനുയായികൾ സമ്പത്തിൻ്റെയോ സാമൂഹികമായ ബലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ചിതറിക്കപ്പെടുവാൻ പാടില്ല. ഒരേ ആത്മാവുള്ളവർ, ഒരേ ദൈവത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ആത്മീയതയ്ക്ക് ബലം കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ തിരുമുറ്റത്തേക്ക് വന്നത്. അതിലേക്കാൾ ഏറെ സന്തോഷത്തിലാണ് തിരിച്ചു പോകുന്നതെന്ന് അഭിനന്ദ യോസേബിയസ് തിരുമേനിയോട് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നും കൊണ്ടല്ല, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നാം ഒരുമിച്ച് നമ്മുടെ ദൈവാലയങ്ങൾ ചേരുകയും ദൈവാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് യേശുവിൻ്റെ അനുയായികൾ എന്ന് വിശ്വാസത്തോടെ പ്രഘോഷിക്കുകയും ചെയ്യുക. അത് മറ്റാരെയും ഭയപ്പെടുത്താനല്ല, കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതം കൊണ്ടുള്ള മറുപടിയാണ്. ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ ഇവരും നമ്മിൽ ഒന്നായിരിക്കണമെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നതിൻ്റെ ഭാഗമാണ് നാം ഈ തിരുമുറ്റത്ത് നിന്നായിരിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, നാം ഈ കൂടിയത് വഴി നാം ആത്മീയമായും ഭൗതികമായും കൂട്ടായ്മയായും ഒരു പടി കൂടി വളർന്നു കഴിഞ്ഞു എന്നത് പരമാർത്ഥമാണ്. ഒരു പടി കൂടി നാം വളർന്നു കഴിഞ്ഞു എന്നത് സത്യമാണ്. ഇനി താഴേക്കില്ല, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നമ്മുടെ കൂടിവരവ് നമ്മെ സഹായിക്കട്ടെ. പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും കരുതിയും മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഇതിന് പുറത്ത് മറ്റൊരു വലിയ വിഭാഗം ക്രൈസ്തവ സമൂഹമുണ്ട്.
നമുക്കത്ര പരിചിതമല്ല എങ്കിലും, പരിചിതമെന്ന് അല്ല എന്ന് പറഞ്ഞത് അവരുടെ പേരുകൾ അറിയാൻ വയ്യ എന്നല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രീതി നമുക്ക് അങ്ങോട്ട് പരിചയമായിട്ടില്ല. എന്നാൽ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് നാവ് ഉദ്ഘോഷിക്കുമ്പോൾ നമുക്കൊരുമിച്ച് നിൽക്കണം. അവിടെ സഭയെന്നോ പെന്തക്കോസ്തുകാരനെന്നോ വ്യത്യാസമില്ല. യേശു ക്രിസ്തുവിൽ നാം ഒരുമ പ്രകടമാക്കി പോകുമ്പോൾ ഈ ലോകം തിരിച്ചറിയും, നസ്രായൻ ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു. അവൻ്റെ നാമം, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ പരിധിയില്ലാത്തത്. അതെ, നസ്രായൻ്റെ അനുയായികൾ ഒരുമിച്ച് കൂടുന്നത് നാം ഒരു ജാതിയാണ് എന്ന് പറയാനല്ല, നാം വിശാലമായ തിരുസഭയാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. നമുക്ക് ജാതി അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വ്യാഖ്യാനങ്ങൾ കേട്ട് മടുത്തിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് സ്നേഹത്തിൽ മുന്നേറുന്നതിന് ഒരുമയോടെ പോകാം. പല കാരണങ്ങളുണ്ടാകാം നമ്മൾ വിഘടിതമായി നിൽക്കുന്നതിൻ്റെ. അതെന്തുവാകട്ടെ, നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ഇന്ത്യ മഹാരാജ്യമുണ്ടായപ്പോൾ ഉപേക്ഷിച്ചു പോയ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, അവർ നശിച്ചു പോകുകയുള്ളൂ, തമ്മിലടിച്ച് പരാജയപ്പെടും. എന്നാൽ ഇന്നും ഉയർന്നു നിൽക്കുന്നത് ബ്രിട്ടീഷുകാരൻ്റെ പതാകയേക്കാൾ മുകളിൽ ലോകത്തിൻ്റെ മുമ്പിൽ പറന്നു നിൽക്കുന്നത് ത്രിവർണ്ണ പതാകയാണ്. പരാജയപ്പെടുത്തുവാനാവാത്ത വിധമുള്ള വിജയം നമ്മുടെ ദേശം സമ്പാദിച്ചു കഴിഞ്ഞു. ആ മേഖലയിൽ ചേർത്ത് പിടിക്കുന്ന സംസ്കൃതിയിൽ, ആരെയും മാറ്റിക്കളയാത്ത സംസ്കാരത്തിൽ ലോകത്തിന് മാതൃകയാകുന്നത് സത്യസന്ധമായി നാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ലോകത്തിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്തുവാനാവില്ല. അത്രമാത്രം മഹത്തായ ഒരു രാജ്യത്ത് നാം ജീവിക്കുന്നു. നമുക്ക് ക്രിസ്തീയമായ ഈ ബന്ധം ഓരോ ദേശത്ത് ഉറപ്പിക്കുന്നതിന് ഹൃദയപൂർവ്വം പരിശ്രമിക്കാം. ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ, പരിശുദ്ധ ബാവായുടെ ഓർമ്മ പെരുന്നാൾ, നമ്മുടെ കൂടിവരവിന്, നസ്രായൻ്റെ അനുയായികളുടെ കൂടിവരവിന് മുഖാന്തരമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വീണ്ടും ഇങ്ങനെ അനേകം ദൈവാലയങ്ങളുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടണം. ഞാൻ ഈ സോണിലെ KCCയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒരർത്ഥത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് നമുക്ക് അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഇടങ്ങളിൽ, കൊച്ചു കൊച്ചിടവകളിൽ, വലിയ വലിയ കേന്ദ്രങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സഭയായി ഒരുമിച്ച് കൂടുന്നതിന് പ്രചോദനം ഈ കല്ലടയിൽ നിന്ന് ഒരു പുതിയ ആഹ്വാനമായും സന്തോഷകരമായ പ്രചോദനമായും നമുക്ക് സ്വീകരിക്കാം. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ സന്തോഷത്തോടെയാണ് വന്നത്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഇവിടുന്ന് മടങ്ങുന്നത് അതിലേക്കാളേറെ സന്തോഷത്തിലാണ്. കാരണം വി ഹാവ് ബിക്കം വൺസ് അഗെയിൻ ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. നാം യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് നമ്മുടെ ഹൃദയത്തിനും മറ്റുള്ളവരുടെ മനസ്സിലും നാം പുതിയൊരു സാക്ഷ്യം നൽകി. ഗോഡ് ബ്ലെസ് യു ഓൾ. സന്തോഷത്തോടു കൂടി ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എളിയവനായി എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.